ഹായ്, SEO 2026 പഴയ SEO അല്ല, ഒരുപാട് ചേഞ്ചസ് ആണ് SEOയിൽ വന്നിട്ടുള്ളത് അല്ലേ. ആദ്യം നമ്മൾ കീവേഡിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കീവേഡിനേക്കാൾ കൂടുതൽ കണ്ടന്റിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഹായ്, എൻ്റെ പേര് അതുല്യ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയ പുതിയ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2026 എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം AI യുഗമാണ് അല്ലെ. അതായത് എല്ലാ ഫീൽഡിലും AI വന്നിട്ടുണ്ട്. അപ്പൊ AI വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസും നമ്മുടെ SEOയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും വന്നിട്ടുണ്ട്. അപ്പൊ SEO നമ്മുടെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗൂഗിളിൽ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഈ റാങ്ക് ചെയ്യുന്നതിൽ നമ്മൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ടോപ്പ് പൊസിഷനിൽ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റുക എന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓരോന്നോരോന്നായി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സെർച്ച് ഇൻറ്റന്റ്. ആദ്യം നമ്മൾ ഒരു കീവേഡ് വെച്ച് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ കീവേഡ് സ്റ്റഫ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ആ കീവേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൈറ്റുകളായിരുന്നു നമുക്ക് റാങ്ക് ചെയ്ത് കിട്ടാറ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഒരാൾ ഇപ്പോൾ നമ്മൾ എന്താണ് ഒരു അഫോർഡബിൾ മൊബൈൽ ഫോൺ അണ്ടർ 2000 റുപ്പീസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റാങ്കിങ് എന്ന് പറയുന്നത് ആ മൊബൈലിന്റെ കമ്പാരിസൺ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മൊബൈലിന്റെ ഫീച്ചേഴ്സുകളായിരിക്കും കിട്ടുക. അതല്ലാതെ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സൈറ്റിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് വെച്ചിട്ടുള്ള സൈറ്റിലേക്കോ അല്ല. ആൾക്കാർ എന്താണ്, അതായത് കസ്റ്റമർ എന്താണോ സെർച്ച് ചെയ്യുന്നത്, അവർ എന്തിന്റെ ആവശ്യത്തിനാണോ സെർച്ച് ചെയ്യുന്നത്, എന്താണ് അവരുടെ സെർച്ചിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഗൂഗിൾ റാങ്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വെറുതെ കീവേഡ് സ്റ്റഫ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താണ് കൂടുതലായിട്ട് കൊടുക്കേണ്ടത്? നമുക്ക് ഒരു ആൻസർ, അതായത് നമ്മുടെ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് പണ്ടത്തെ പോലെ എന്താണ്, നമ്മുടെ കീവേഡ് മാച്ചിങ് അല്ല നോക്കുന്നത്, നമ്മുടെ കീവേഡിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം, അതായത് ഒരു പ്രോബ്ലം സോൾവിങ് ആണ് നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റിൽ നോക്കുക. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നോക്കാം. അടുത്ത നമ്മൾ എന്ത് നോക്കണം? ജനറേറ്റീവ് എൻജിൻ അല്ലെ. അതായത് നമ്മൾ നോക്കുന്നത് ChatGPT, ജെമിനി, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ AI ടൂളിലും നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ റാങ്കിങ് ടോപ്പിൽ തന്നെ ഉണ്ടാവണം. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ജനറേറ്റീവ് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവിടെ നമ്മൾ നോക്കേണ്ടത് AIയുടെ ഇമ്പാക്റ്റ്, അതായത് നമ്മൾ കൊടുക്കുന്ന നമ്മൾ സെർച്ച് ചെയ്യുന്നത് എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകൾ എത്രത്തോളം നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ പറയുന്ന പോലെ AIയിൽ നമുക്ക് എന്താ കിട്ടുക? AIയിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റുകൾ കിട്ടില്ല അല്ലെ. വെബ്സൈറ്റിന് പകരം നമുക്ക് എന്ത് കിട്ടും? ആ വെബ്സൈറ്റിന്റെ ഓവർവ്യൂ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിനെ കുറിച്ചുള്ള കണ്ടന്റുകളായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന പോലെ നമ്മളൊരു നല്ല റിസോർട്ടാണ് നോക്കുന്നതെങ്കിൽ ഈ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും. അതായത് നല്ല സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും, നല്ല എന്താ പറയുക ട്രക്കിങ്ങുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഓരോ റിസോർട്ടിന്റെ ഫീച്ചേഴ്സ് ആയിരിക്കും എക്സ്പ്ലോർ ചെയ്ത് വരുന്നത്. അതല്ലാതെ ലിസ്റ്റ് ചെയ്യുന്നത് റിസോർട്ടുകൾ മാത്രമായിരിക്കില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൊടുത്ത കണ്ടന്റിന്റെ ജെന്യൂൻ ആയിട്ടുള്ള ഡാറ്റ എവിടെയാണോ ആ കണ്ടന്റുകളായിരിക്കും AI നമുക്ക് കൊണ്ടുതരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും എന്താണ്, നമ്മുടെ വെബ്സൈറ്റിൽ ജെന്യൂൻ കണ്ടന്റുകൾ എത്രത്തോളം ഉണ്ട്, ഇൻഫർമേഷൻ എത്രത്തോളം ഉണ്ട്, നമുക്ക് വേണ്ട സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഡാറ്റ ഉണ്ടോ എന്നുള്ളതാണ് ഏതൊരു വെബ്സൈറ്റിനും ഇപ്പൊ നോക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് EEAT എന്ന് പറയുന്ന സംഭവമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ, അതായത് നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ്, അതുപോലെ തന്നെ എക്സ്പെർട്ടൈസ് ആണോ നമ്മൾ അതിൽ, അതായത് അതിന്റെ അതോറിറ്റി ഉണ്ടോ, ട്രസ്റ്റ് വർത്തിനെസ് ഉണ്ടോ. അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിൽ ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു വെബ്സൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്ന എന്താണ്, കുറെ ടെക്സ്റ്റുകൾ കൊടുക്കും. അതായത് ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ChatGPT അല്ലെങ്കിൽ ആദ്യമാണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകളൊക്കെ കൊണ്ടിടും. അതേപോലെ എന്തൊക്കെ സർവീസുകളുണ്ടോ കോമൺ ആയിട്ട് കൊടുക്കുന്നു അതെല്ലാം നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ഉൾക്കൊള്ളിക്കുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന വെബ്സൈറ്റിലെ ട്രസ്റ്റ് ചെയ്യണം. അതായത് AI ടൂൾ ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും അതായത് എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിൽ എന്തെങ്കിലും ജെന്യൂൻ ഇൻഫർമേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നോക്കുക. ഇപ്പൊ ജെന്യൂൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റിസോർട്ടിനെ കുറിച്ചാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ റിസോർട്ടിന്റെ സൈറ്റിൽ ആ റിസോർട്ടിന്റെ ഫീച്ചേഴ്സ്, ഓരോ റിസോർട്ടിനും ഓരോരോ ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പൊ അവരുടെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് ഒരു ഷേപ്പുള്ള സ്വിമ്മിംഗ് പൂൾ ആയിരിക്കും. അവിടെ ഒരുപാട് അതിൻ്റെതായ എന്താ പറയാ, ആ റിസോർട്ടിൻ്റെതായ കുറെ ഫീച്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം ട്രക്കിംഗ് കൊണ്ടുപോകും, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ അവരുടേതായ സ്വന്തമായിട്ടുള്ള എന്താണോ ഉള്ളത്
അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിനെക്കുറിച്ചിട്ടുള്ള ജെന്യൂൻ ഫോട്ടോയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ചും കൂടെ ട്രസ്റ്റ് കൂടുകയാണ്. ആ ട്രസ്റ്റ് കൂടുന്ന സമയത്താണ് നമ്മുടെ റാങ്കിങ് പോസിബിലിറ്റി കൂടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ നോർമലി കീവേഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമേ ഇന്നത്തെ നമ്മുടെ SEOയിലില്ല. ഈ SEOന്റെ രീതിക്ക് ഇപ്പോൾ പുതിയൊരു പേര് പറയുന്നുണ്ട്, സെമാൻറ്റിക് SEO. ഈ സെമാൻറ്റിക് SEO വെച്ചിട്ടാണ് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ AI വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ വെബ്സൈറ്റുകൾ റാങ്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർ വളരെ പരിമിതമാണ് അല്ലേ. എല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് ആണ് വേണ്ടത്. ആർക്കും ഒരുപാട് തപ്പി പോവാൻ പറ്റില്ല. ഓക്കെ, അതായത് 0 ക്ലിക്ക് എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് മാറുന്നത്. 0 ക്ലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീവേഡ് കൊണ്ടുതരും, കുറെ റിസൾട്ട് തരും, അത് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് പോകുന്ന ഒരു രീതിയല്ല. നമ്മൾ കീവേഡ് സെർച്ച് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് കിട്ടേണ്ടത്. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വേറെ സൈറ്റിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല, നമുക്ക് അവിടെ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇതിലേക്ക് നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലും അതിനനുസരിച്ചുള്ള കണ്ടന്റുകൾ ഉണ്ടായിരിക്കണം. അതും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കണ്ടന്റുകൾ ആയിരിക്കണം നമ്മുടെ വെബ്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ പറയുന്നത് വോയിസ് സെർച്ച് ഒപ്റ്റിമൈസേഷൻ, അല്ലെങ്കിൽ നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ChatGPT, Gemini, Perplexity പോലത്തെ AI ടൂളുകളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ട് കാണുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിന്റെ മറ്റൊരു വശമാണ് എന്ത്, വോയിസ് സെർച്ച് അല്ലേ. കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ഫുഡ് കഴിക്കണം തോന്നുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ നിർത്തി സെർച്ച് ചെയ്യൊന്നുമില്ല അല്ലെ. എന്ത് പറയും, വോയിസ് സെർച്ച് ചെയ്യും. വേർ ഇസ് ദ അലക്സ, വേർ ഇസ് ദ ബെസ്റ്റ് റെസ്റ്റോറന്റ് നിയർ മീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വോയിസ് സെർച്ച് ആയിരിക്കും ചെയ്യുക. അപ്പൊ ഈ വോയിസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് വരുന്നത് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലുള്ള കണ്ടന്റുകളായിരിക്കണം നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാവേണ്ടത്. അത് മെയിനായിട്ട് നമ്മൾ FAQ എന്ന് പറയും. അതായത് FAQല് പൊതുവെ നമ്മുടെ ആ ഒരു കീവേഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള, വോയിസ് സെർച്ചിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലേ. അതായത് അങ്ങനെ ഒരു വോയിസ് സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ ആണ് ആര് നോക്കുക, AI അല്ലെങ്കിൽ ഇതുപോലത്തെ അലക്സ ടൂളുകൾ നോക്കുക. അപ്പൊ ആൻസർ എവിടെയാണോ കാണുന്നത് ആ ആൻസർ ആയിരിക്കും അവർ ഷോ ചെയ്യിക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഈ ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റ് ചെയ്യുന്ന കീവേഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കീവേഡ് നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തുണ്ടായിരിക്കണം, അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് വോയിസ് സെർച്ച് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റാങ്കിങ്ങിൽ ഈ പറയുന്ന ക്രൈറ്റീരിയാസ് ഒക്കെ മാറ്റി വെച്ചാലും നമ്മൾ പണ്ട് മുതലേ പറയുന്ന കുറച്ച് രീതികളുണ്ട് അല്ലേ. അതായത് നമ്മുടെ വെബ്സൈറ്റിന്റെ സ്പീഡ്, നമ്മുടെ വെബ്സൈറ്റിന്റെ ഡിസൈൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഗൂഗിൾ റാങ്ക് ചെയ്യുക അല്ലെങ്കിൽ AI കണ്ടന്റ് എടുക്കുക എന്ന് പറയുന്നതിലുപരി നമ്മുടെ എന്താണ്, ഗൂഗിൾ റാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരിക്കണം, നമ്മൾ കൊടുക്കുന്ന ഇമേജസിന് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, നമ്മളെ വെബ്സൈറ്റിന് അത്യാവശ്യം സ്പീഡ്, മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം. മൊബൈലിലാണെങ്കിലും സ്പീഡ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഒരുപാട് ലോഡ് ചെയ്യാൻ ടൈം എടുക്കുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ ക്രോൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ റാങ്കിങ് ഒഴിവാക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ വെബ്സൈറ്റിന് ഇതുപോലത്തെ UXഉം അതുപോലെ തന്നെ സ്പീഡും സ്ട്രക്ചറും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് റാങ്കിങ് പോസിബിൾ ആവുള്ളൂ. പിന്നെ നമ്മൾ ആദ്യമേ പഠിക്കുന്നതാണ് അല്ലേ SEO. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അന്ന് മുതൽ പഠിക്കുന്ന പാർട്ടാണ് ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇങ്ങനെ പറയുന്ന രീതികൾ അല്ലേ. അപ്പൊ അതിൽ SEO എന്ന് പറയുന്നതിൽ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത്, ഓഫ് പേജ് SEO അല്ലെ. ഓഫ് പേജ് SEO എന്ന് പറഞ്ഞാൽ ബാക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് മാക്സിമം ട്രാഫിക്കുകൾ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം, അതിന് നമ്മൾ പല വെബ്സൈറ്റിലും നമ്മുടെ ലിങ്കുകൾ കൊണ്ടിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യായിരുന്നു. അപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയും ബാക്ക് ലിങ്ക് ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ബാക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാലും ട്രാഫിക് വരില്ല എന്ന് പറയും. നമ്മൾ ബാക്ക് ലിങ്ക് തീരെ കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് റാങ്കിങ് മോശമായിട്ട് വരും. അതായത് ബ്ലോഗ് സബ്മിഷൻ, ഗസ്റ്റ് ബ്ലോഗിങ്, ആർട്ടിക്കിൾ സബ്മിഷൻ ഡൊമൈൻ അതോറിറ്റി നോക്കിയതിന് ശേഷം മാത്രം ചെയ്യാം. ഓക്കെ, അപ്പം മിനിമം ബാക്ക് ലിങ്കുകൾ ചെയ്താൽ മാത്രമേ നമ്മുടെ വെബ്സൈറ്റിന് റാങ്കിങ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ബാക്ക് ലിങ്ക് തീരെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് വേണം ബാക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗസ്റ്റ് ബ്ലോഗിങ്ങും ഒക്കെ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, ബ്ലോഗുകൾ എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ചും ഇതുപോലത്തെ കണ്ടന്റ് മാർക്കറ്റിങ്ങിന്റെ കാലത്ത്. പിന്നെ വരുന്ന അനലിറ്റിക്സ്. ഈ പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ മോണിറ്ററിങ്ങിലൂടെ പോയാൽ മാത്രമേ വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു, വരുന്നില്ല, റാങ്കിങ് വരുന്നില്ല, അല്ലെ റാങ്കിങ് വന്നു കഴിഞ്ഞു, അങ്ങനെയല്ല. നമ്മൾ കൃത്യമായിട്ട് അതിനെ മെഷർ ചെയ്യണം. അതായത് ആര് വിസിറ്റ് ചെയ്തു, എത്ര ടൈം അവർ ഇൻവെസ്റ്റ് ചെയ്തു, ഇനി അവിടെ എന്ത് വരുന്നുണ്ടോ, നമ്മൾ
ക്ലിക്ക് ചെയ്ത് വന്നിട്ട് അപ്പം തന്നെ ഇറങ്ങി പോകുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യില്ല, നേരെ കയറി ഇറങ്ങും അല്ലേ നമ്മുടെ വെബ്സൈറ്റിൽ. സോ എന്തൊക്കെയാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുമ്പോഴുള്ള ഇഷ്യൂസ് എന്നുള്ളത് നമ്മൾ അനലിറ്റിക്സ് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക തന്നെ വേണം. ഓക്കെ, അപ്പൊ SEO എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഇന്നത്തെ കാലത്ത് പഴയ പോലെയല്ല. സെമാൻറ്റിക് SEOയിൽ നമ്മൾ ഫോക്കസ് ചെയ്തേ പറ്റുള്ളൂ. ഒരുപാട് മാറ്റങ്ങൾ, ഞാൻ ഈ പറയുന്ന പോലെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ ഒരു ഫീൽഡിൽ നല്ലൊരു കരിയർ കിട്ടുള്ളൂ. ഓക്കെ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് 2026 സംബന്ധിച്ച് നമുക്ക് കരിയർ പോവാനല്ല, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കും. എന്തറിഞ്ഞാൽ എന്താണ് മാറ്റം എന്നുള്ളതും AI യൂസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ കരിയർ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ജോബാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, അതായത് വെറും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല, AI ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ ഞങ്ങൾ CC സൈബർ ക്യാമ്പസ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അപ്ഡേറ്റഡ് സിലബസോട് കൂടിയാണ് നമ്മൾ ഓരോ മൊഡ്യൂളും കവർ ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു ജോബിന് വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യാം, കറന്റ് ടെക്നോളജീസ് എങ്ങനെ യൂസ് ചെയ്യാം, ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കോഴ്സിന്റെ കൂടെ നമ്മൾ ഇന്റേൺഷിപ്പും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും വരിക. അപ്പൊ നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ നോളജും കൂടെ ഈ ഒരു കോഴ്സിന്റെ കൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചാനൽ ഇതുപോലത്തെ ഒരുപാട് ഇൻഫർമേറ്റീവ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പോയി കാണുക. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.